السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, വിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സന്തോഷം അലതല്ലുന്ന ഒരു സുന്ദര സുദിനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന പിട്ടുപീടിക സ്വദേശി സിക്കന്ദർ മകൻ മുസ്തഫയും പറക്കുന്നം സ്വദേശി മുഹമ്മദ് റഫീഖിൻ്റെ മകൾ സുമയും തമ്മിലുള്ള നിക്കാഹാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മുൻപേയുള്ള തീരുമാനപ്രകാരം മിനിറ്റുകൾക്കപ്പുറത്ത് നടക്കാനിരിക്കുന്നത്. അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വിവാഹ സുദിനത്തിൽ നമുക്ക് കൈമാറുവാനുള്ള റഹ്മാനായ റബ്ബ് നൽകുന്ന ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കൊടുക്കാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തൊരുമിച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ നാളെ സ്വർഗീയ ആരാമത്തിലും ഒരുമിക്കുവാനുള്ള തൗഫീഖ്, കുടുംബസമേതം ആ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള അപാരമായ അനുഗ്രഹം നൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ പരിപാലിക്കുന്നതും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബ് മാത്രമാണെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ള ഓരോ ജീവിതത്തിനും ഓരോ ഘട്ടമെത്തുമ്പോഴും നമുക്കെന്താണ് ആവശ്യമെന്ന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് റഹ്മാനായ റബ്ബനാണ്. അതുകൊണ്ടാണ് ഒരു സമയമാകുന്ന ഘട്ടത്തിലെത്തുമ്പോൾ ആണാകട്ടെ പെണ്ണാകട്ടെ അവനക്കൊരു തുണയുണ്ടാകണം എന്ന് റഹ്മാനായ റബ്ബിനറിയാം. ഒരു ആണിന് ഒരു പെണ്ണില്ലാതെ ജീവിക്കുക സാധ്യമല്ല. ഒരു പെണ്ണിന് ഒരു ആണിൻ്റെ സാന്നിധ്യമില്ലാതെ, അവൻ്റെ കരുത്തില്ലാതെ, അവൻ നൽകുന്ന തണലില്ലാതെ, അവൻ്റെ ശിക്ഷണമില്ലാതെ ജീവിക്കുക എന്നത് സാധ്യമല്ല. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് ഒരു പ്രായമെത്തുമ്പോൾ വിവാഹത്തിലേക്ക് നിങ്ങൾ എത്രയും വേഗത്തിൽ കാലെടുത്ത് വെക്കണമെന്ന് നമ്മളോട് പറയണത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചതാണ്. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. അല്ലയോ യുവാക്കളെ, യുവസമൂഹമേ, ഒരു പെണ്ണിനെ മാന്യമായി കൊണ്ട് പോറ്റുവാനുള്ള സാമ്പത്തിക ശാരീരിക ക്ഷമത നിങ്ങൾ കൈവരിക്കുമ്പോൾ പിന്നീട് അകാരണമായി കൊണ്ടൊരിക്കലും അത് മാറ്റിവെക്കാൻ പാടില്ല എന്നാണ്. കാരണം അതിലേക്ക് എത്ര നേരത്തെ പ്രവേശിക്കുന്നുവോ
അതിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗമാണ്. അള്ളാൻ്റെ റസൂല് പറഞ്ഞു, വിവാഹ ജീവിതത്തിലൂടെ ഒരു മനുഷ്യനിക്ക് ആണാകട്ടെ പെണ്ണാകട്ടെ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സുഖമെന്ന് പറയുന്നത് ഫഇന്നഹു അഗളു ലിൽ ബസർ, അവൻ്റെ കണ്ണിനെ ഹറാമുകളിൽ നിന്നും താഴ്ത്താൻ കഴിയുമെന്നാണ്. കണ്ണാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകളും, ആ തെറ്റുകൾ വഴി നരകത്തിലേക്ക് എത്തുവാനുള്ളൊരു കാരണമെങ്കിൽ ആ കണ്ണിനെ താഴ്ത്തുവാനുള്ള ഒന്നാന്തര പരിചയമായിക്കൊണ്ടാണ് പഠിപ്പിച്ചത്. 2, അള്ളാൻ്റെ റസൂല് പറഞ്ഞല്ലോ, മയ്യദ്മനുലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അദ്മനു ലഹുൽ ജന്ന. 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും അതേപോലെ തന്നെ 2 കാലുകൾക്കിടയിലുള്ള ലൈംഗിക അവയവത്തെയും സംരക്ഷിക്കാമെന്ന് ആരാണോ എനിക്ക് ഉറപ്പ് നൽകുന്നത്, അദ്മനു ലഹുൽ ജന്ന, ആ മനുഷ്യൻക്ക് സ്വർഗം ഉണ്ട് എന്ന് ഞാൻ ജാമ്യം നിൽക്കാമെന്നാണ്. ആ ഒരു ലൈംഗിക രംഗത്തുള്ള ഒരു വിശുദ്ധിയാണ് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് ഹലാലാക്കുന്ന ഒരു ഇണതുണ സമ്പ്രദായമായി വിവാഹത്തിലൂടെ നമുക്ക് ലഭിക്കുവാനിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിലയിലുള്ളൊരു സന്തോഷമാണ് ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകേണ്ടത്. വിവാഹ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒന്നാമത്തെ നേട്ടം ഒരു സ്വർഗാവകാശിയായിക്കൊണ്ട് ജീവിക്കുവാനുള്ള ഒരു കളം നമുക്ക് ഒരുങ്ങുന്നു എന്നതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവർ, രണ്ടാമത്തെ കാര്യം എന്താ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്നുള്ളത്. കോടികൾ നമ്മുടെ കൈകളിലുണ്ടെങ്കിലും ആളുകൾക്ക് ഇന്ന് കിട്ടാതെ പോയ ഒന്നുണ്ടെങ്കിൽ അത് സമാധാനമാണ്. എന്തും നമുക്ക് വില കൊടുത്ത് വാങ്ങാം, പക്ഷെ സമാധാനം വാങ്ങാൻ കഴിയുമോ? ഇല്ല എന്നതാണ് നമ്മുടെ ഉത്തരമെങ്കിൽ അതെവിടെ നിന്ന് കിട്ടും? അതിനാണ് റഹ്മാനായ റബ്ബ് ഇണയും തുണയും സംവിധാനിച്ചത് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം ലിതസ്കുനു ഇലൈഹ, ഭാര്യയ്ക്ക് ഭർത്താവിലേക്കും ഭർത്താവിന് ഭാര്യയിലേക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ട് ഇറക്കി വെക്കുവാനുള്ളൊരു ഇടമാണ് യഥാർത്ഥത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും എന്നുള്ളത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമത്തെ താങ്ങ് നൽകിയത് ആരാണ്? അവിടുത്തെ പ്രിയതമയായ നമ്മുടെ ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. വഹയിൻ്റെ ആരംഭം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചരണ്ടുപോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു വായിക്കാൻ പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞില്ല. ആകെ ഭയചകിതനായി എവിടേക്ക് പോകണമെന്ന പ്രവാചകന്റെ മനസ്സിൽ വരുന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സെലക്ട് ചെയ്തത് തൻ്റെ പ്രിയതമയായിരുന്നു. എന്തുകൊണ്ട്? അത് വല്ലാത്തൊരു അവലംബമായിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പരിസരത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഇണയും തുണയും എന്ന ജീവിതത്തെ പ്രവാചകൻ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗിച്ചത് താങ്ങാകാനും തണലാകാൻ തന്നെയായിരുന്നു. അവിടെ പോകുമ്പോൾ നമ്മുടെ ഉമ്മ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളോട് ആരാ ഈ സമയത്ത് അവിടെ പോയിരിക്കാൻ പറഞ്ഞു എന്ന ഒരു വീഴാൻ പോകുന്നവന്റെ പിറകിൽ ഒരു തള്ളുന്ന രൂപത്തിലുള്ള സംസാരമായിരുന്നില്ല. ആ സമയം മനസ്സിലാക്കി, സന്ദർഭം മനസ്സിലാക്കി പ്രവാചകർക്ക് താങ്ങ് നൽകുന്ന ഒരാളെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അതിൻ്റെ പേരാണ് ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല റഹ്മാനായ റബ്ബ് ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായ നിർദ്ദേശം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലേ, ഒരു വാഹനം നമ്മൾ ഒരു ഷോറൂമിൽ നിന്നും വാങ്ങിച്ചിറങ്ങുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്തോ എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. നമ്മുടെ കൂടെ ഒരു യൂസർ മാനുവൽ കൂടെ തരും. ഇതിനെ ഈ രൂപത്തിൽ ട്രീറ്റ് ചെയ്യണം, ഇന്ന ഘട്ടമെത്തുമ്പോൾ അതിന് സർവീസിന് വിധേയമാകണം, ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെ പറയാറുണ്ട്. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിനും റഹ്മാനായ റബ്ബ് ഒരു യൂസർ മാനുവൽ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്നതാണ്. ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന വധുവിനും വരനും അതുപോലെ തന്നെ അവർ വിവാഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഇരു കുടുംബങ്ങൾക്കും റഹ്മാനായ റബ്ബ് ചില നിർദ്ദേശങ്ങൾ നൽകി. പലപ്പോഴും ആളുകൾ വിവാഹം എന്നുള്ളത് കേവലം ഒരു ചടങ്ങായി അല്ലെങ്കിൽ ആഘോഷത്തിൽ വേളയാക്കി അതിനെ അങ്ങോട്ട് A to Z കാര്യങ്ങൾ കേവല ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സുദിനമായി കൊണ്ട് മാറ്റിയെടുക്കുമ്പോൾ അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ കൈമാറേണ്ട ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് എന്നതാണ്. ഇസ്ലാം ഒന്നാമതായി കൊണ്ട് ഭർത്താവിനോട് സംസാരിക്കുന്നുണ്ട്.
ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വീട്ടുകാരോട് സംസാരിക്കുന്നുണ്ട്, അവർക്കൊക്കെ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ തടസ്സങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ കല്ലുകടികൾ അല്ലേ, ഏറ്റവും ലക്ഷങ്ങൾ പൊടിപൊടിച്ച് മനോഹരമായി ആളുകൾ കണ്ടുനിന്ന് വിവാഹങ്ങൾ പക്ഷെ പലപ്പോഴും കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ഇടയിൽ അതെല്ലാം വേർപിരിയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് ഇന്ന് സാർവത്രികമായ ഒരു കാഴ്ചയായിക്കൊണ്ട് മാറുകയാണ്. എന്താണ് കാരണം? എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം? പഠിക്കാതെയും മനസ്സിലാക്കാതെയും ഒരു സുപ്രഭാതത്തിൽ വിവാഹത്തിലേക്ക് എടുത്തു വെക്കുന്നൊരു സാഹചര്യമാണ് പലപ്പോഴും ഉള്ളതെങ്കിൽ ഇസ്ലാം പറയുന്നു അങ്ങനെയാകരുത്. ഒരു ഭാര്യ അവൾ വിവാഹത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഭാര്യയുടെ കടമ എന്താണ് എന്ന് കൃത്യമായി കൊണ്ട് പഠിക്കണമെന്നാണ്. ഒരു ഭർത്താവ് അവൻ വിവാഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ, അവനും പഠിക്കണം എന്താണ് ഒരു ഭാര്യ തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നതാണ്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മളൊരു വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ അവളെ ഏറ്റെടുത്തോളാം എന്ന് ഡീല് ചെയ്ത് നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തി നമ്മളിതാ ഒരു വിവാഹത്തിലേക്ക് ഏർപ്പെടുകയാണ്. ഖബിൽതു നിക്കാഹഹ, നിങ്ങൾ നിങ്ങളുടെ മകളെ എന്നെ ഏൽപ്പിച്ചത് ഞാനിതാ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എന്ന് പറഞ്ഞവരാണ് ഈ സദസ്സിലുള്ള മഹാഭൂരിഭാഗം വരുന്ന ആളുകളും. ആ പറച്ചിലിന്റെ കനം എത്രയാണ്, ആ കൊടുത്ത വാക്കിന്റെ വില എത്രയാണ്? റഹ്മാനായ റബ്ബ് നാളെ പരലോകത്തെത്തുമ്പോൾ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നൊരു കേസാണത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വല്ല ബേജാറ് ആ വിഷയത്തിലുണ്ടോ? നമുക്ക് വല്ല ആ രംഗത്ത് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ ഭർത്താവ് എന്നുള്ള നിലക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നവൾക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ നിർവഹിച്ചു കൊടുക്കുന്നിടത്ത് എനിക്ക് എത്ര കണ്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നെങ്കിലും നമ്മളെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് അവൾക്ക് ഒരുപാട് ഗോൾഡുകൾ കൊടുക്കുക എന്നതല്ല, മാറി മാറി തുണിത്തരങ്ങൾ മാറ്റിക്കൊടുക്കുക എന്നതല്ല, അവൾക്ക് കയറി കടക്കാൻ ഉന്നതമായ മെച്ചകൾ വിരിച്ചു കൊടുക്കുക എന്നതല്ല, അവൾക്ക് സഞ്ചരിക്കാൻ ശീതീകരിച്ച കാറ് സംവിധാനിക്കുക എന്നതല്ല. ഭൗതികതയുടെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനപ്പുറത്ത് ഏതൊരു പെണ്ണും അവൾ എത്ര സമ്പത്തുള്ളവളാകട്ടെ, സമ്പത്തില്ലാത്തവളാകട്ടെ, സൗന്ദര്യമുള്ളവളാകട്ടെ, സൗന്ദര്യമില്ലാത്തവളാകട്ടെ, അവളുടെ കൈകളിലുള്ളത് എന്തോ ആകട്ടെ, ഒരു പെണ്ണാണോ ഒരു ആണിൽ നിന്ന് അല്ല, അവളുടെ ഭർത്താവിൽ നിന്ന് അവൾ ബേസിക്കലി ആഗ്രഹിക്കുന്ന ഒന്ന് പരിഗണനയാണ്. എന്നെ പരിഗണിക്കണം എല്ലാ നിലക്കും. എൻ്റെ വിഷമങ്ങൾ എൻ്റെ ഭർത്താവ് അറിയണം, എൻ്റെ വെല്ലായ്മകൾ എൻ്റെ ഭർത്താവിന് അറിയണം, ഞാൻ സുഖത്തിലാണോ ദുഃഖത്തിലാണോ എന്നത് എൻ്റെ ഭർത്താവ് അറിയണം എന്ന ഒരു മൈൻഡാണ് ഏത് ഭാര്യക്കുമുള്ളത്. അതിൽ വിജയിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. നമ്മുടെ ആവശ്യങ്ങൾ തീർക്കാൻ ഒരുത്തിയല്ല, നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാത്രം ഒരുത്തിയല്ല ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഒരു ജോലിക്ക് ഒരു ആക്കമായിക്കോട്ടെ എന്ന നിലക്കല്ല ഒരുത്തിയെ നമ്മൾ കൊണ്ടുവരുന്നത്. അതെല്ലാം ഒരു ഭാഗത്ത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്ന് ശരി തന്നെ, പക്ഷേ അതിനു വേണ്ടി മാത്രമാകരുത്. ഒരു പച്ചയായ ജീവിതത്തെയാണ് നമ്മൾ ഹലാലാക്കി എടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അവരിതാ നിങ്ങൾ ശക്തമായ കരാറിന് സ്വീകരിച്ചിരിക്കുന്നു. റഹ്മാനായ റബ്ബ് നമ്മളോട് പറയാ. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞത് വആശിറുഹുന്ന ബിൽ മഅറൂഫ്, മാന്യതയല്ലാതെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, സംസാരം കൊണ്ട് എല്ലാ നിലക്കും മാന്യത വിട്ടൊരു കളി ഒരു മുസ്ലിമായ ഭർത്താവിൽ നിന്നും ഉണ്ടായാൽ അത് മതിയാകും നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ. ശക്തമായ രൂപത്തിൽ ഇസ്ലാം പറഞ്ഞു. ആ ബോധം നമുക്ക് ഉണ്ടാകണം. ഭാര്യമാരെ നമ്മളോടും ഇസ്ലാം പഠിപ്പിച്ചു. അള്ളയും റസൂലും കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടവൻ ആരോടാണെന്ന് ചോദിച്ചു നമ്മുടെ ഉമ്മ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പ്രവാചകൻ കൊടുത്ത മറുപടി അവളുടെ ഭർത്താവിനോട് എന്നാണ്. ലൗ കുൻതു ആമിറൻ അൻ അസ്ജുദ ലിഅഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അല്ലാഹുവല്ലാതെ ഒരുത്തനിക്ക് ഞാൻ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ
പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങളോട് ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ മുൻപിൽ പോയി സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു പറയാൻ മാത്രമുള്ള ബാധ്യതയുടെ ആഴവും പരപ്പും നിങ്ങൾക്കുണ്ടാകണം, ബോധമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരു ഏറ്റവും നല്ല ഭാര്യയുടെ ക്വാളിറ്റി അവളുടെ തൊലി നിറമല്ല, അവളുടെ സാമ്പത്തിക അവസ്ഥയല്ല, മറ്റൊന്നുമല്ല. ഒരു പെണ്ണിന്റെ മൊഞ്ചെന്ന് പറയുന്നത് അവളുടെ അനുസരണയാണ്. സ്വർഗാവകാശിനിയായ സഹോദരിമാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞു വെച്ച വാചകം ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ എന്നാണ്. അനുസരിക്കുന്നവളാണ്. ഭർത്താവിനെ കാണുമ്പോൾ, ഭർത്താവ് തന്നിലേക്ക് നോക്കുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവളാണ് നല്ല പെണ്ണ് എന്നാണ്. തുതിഉഹു ഇദാ അമറ, അല്ലേ, തുസിറുഹു ഇദാ നദറ. ആ ഭർത്താവ് തന്നിലേക്ക് നോക്കുമ്പോൾ ആ നോട്ടത്തിൽ പോലും ഒരു പുഞ്ചിരിയിലൂടെ ഒരു ആകർഷിക്കപ്പെടുന്ന രൂപത്തിലുള്ള സംഗതികൾ നടക്കണമെന്നാണ്. പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങളിലേക്ക് നിങ്ങളുടെ ഭർത്താവ് നോക്കിയാൽ പോലും ആ നോട്ടം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സന്തോഷം ജനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാക്കി മാറ്റണമെന്ന് പറയുമ്പോൾ കൂടെ കഴിയുന്ന ഓരോ സമയങ്ങളും, കൂടെ കിടക്കുന്ന ഓരോ സമയങ്ങളും നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുസരണയുള്ള ഭാര്യമാരാവുക എന്നതാണ് സത്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ തൃപ്തിയില്ലാതെ, ഭർത്താവിന്റെ തൃപ്തിയില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെ ലൈഫെങ്കിൽ, ഭർത്താവിന്റെ തൃപ്തി കിട്ടാതെയാണ് നമ്മുടെ അന്ത്യയാത്ര നടക്കുന്നതെങ്കിൽ അത് മതിയാകും നമ്മുടെ പരലോകം നഷ്ടപ്പെടാൻ. നമ്മൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാകും, നമ്മൾ ഒരുപാട് നോമ്പ് നോറ്റിട്ടുണ്ടാകും, നമ്മുടെ കൈകളിൽ സ്വതക്കയുടെ ഏടുകൾ ഉണ്ടാകും, നമ്മൾ ഇടക്കിടക്ക് ഹജ്ജുകളും ഉംറകളും നിർവഹിക്കുന്നുണ്ടാകും. എല്ലാം ശരി തന്നെ. പക്ഷേ ആ ഫയലുകൾ നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് സ്വീകരിക്കണോ? മെയിൻ കണ്ടീഷൻ ഉണ്ട് അവിടെ. തൗഹീദ് കഴിഞ്ഞാൽ ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെയാണോ അവൾ എൻ്റെ കോടതിയിൽ എത്തിയിട്ടുള്ളതൊരു ചോദ്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ, ഭർത്താവിന്റെ തൃപ്തി നേടിയെടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണം. അതെങ്ങനെ സംഭവിക്കും? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, നമ്മൾ ഒരുമിച്ചിരിക്കണം. തുറന്ന് സംസാരങ്ങൾ ഉണ്ടാകണം. ഭർത്താവ് എന്ന നിലക്ക് നീ എൻ്റെ വിഷയ തൃപ്തനാണോ എന്ന് ചോദിക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം, ഭാര്യമാർക്ക് ചോദിക്കാൻ കഴിയണം. ഒരു ഭാര്യ എന്നുള്ള നിലക്ക് ഭർത്താവിനോട്, താങ്കളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എൻ്റെ വിഷയം സംതൃപ്തനാണോ, ആണോ അല്ലേ എന്ന ആ ഒരു സംസാരങ്ങൾ നടക്കണം. തുറന്നു പറയലുകൾ ഉണ്ടാകണം, പരസ്പരം പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ചിലതൊക്കെ ഒരു മനസ്സ് തുറക്കും. മനസ്സ് തുറക്കുന്നതൊക്കെയും ഉൾക്കൊള്ളാനുള്ള വിശാലത നമ്മൾ കാണിക്കണം. നമുക്ക് സ്നേഹിക്കാൻ കഴിയണം, നമുക്ക് സഹകരിക്കാൻ കഴിയണം. ആ നിലക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ജീവിതം തന്നെ ഏത് ഇല്ലായ്മയിലും ഏത് വല്ലായ്മയിലും സ്വർഗ പൂന്തോപ്പാക്കി മാറ്റാൻ ഒരു ഭാര്യക്കും ഭർത്താവിനും കഴിയുമെന്നതാണ് സത്യം. അവർക്ക് മക്കൾ ലഭിച്ചിട്ടില്ലെങ്കിലും, വേറെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിലും പരസ്പരം ബോണ്ടിങ്ങോടുകൂടെ ജീവിക്കാൻ കഴിയും, അല്ലേ? അവൻക്ക് എന്തൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലും, അവൻ്റെ ശരീരത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ശാരീരികപരമായി കൊണ്ട് എന്തെല്ലാം അവശതകൾ അവർക്ക് നേടി വന്നാലും ആ ഭാര്യ സ്നേഹിച്ചത് ആ ശരീരത്തെയല്ല, ആ ശരീരത്തിന് ഉള്ളിൽ കിടക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ്, ഒരു റൂഹിനെയാണ്. ആ ഭാര്യക്ക് നമ്മൾ പോയി പെണ്ണ് കാണുന്ന സമയത്തൊരു സൗന്ദര്യമുണ്ടായിരുന്നു. ആ സൗന്ദര്യമല്ല ഇപ്പോഴെങ്കിലും. ആ സൗന്ദര്യത്തെ ബാധിക്കുന്ന എന്തൊക്കെ ക്രൈസിസുകൾ ജീവിതത്തിൽ വന്നാലും പ്രിയപ്പെട്ടവരെ, അവളെ വെറുക്കാൻ കഴിയില്ല ഒരാൾക്കും. അതുകൊണ്ട് എന്തൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും എനിക്കൊരു ഇണയുണ്ട്, എനിക്കൊരു തുണയുണ്ട്. ആ ആണിനും പെണ്ണിനും വേർപിരിയുക എന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും രൂപത്തിൽ ഇടകലർന്ന് ജീവിക്കാൻ കഴിയണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലകുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, കൂട്ടരെ, നിങ്ങൾ പരസ്പരം വസ്ത്രം കണക്കെ ജീവിക്കേണ്ടവരാണ്. എന്താണ് ആ ഉപമ? ഈ സദസ്സിൽ ഭാര്യയുടെ ധർമ്മം എന്ത്, ഭർത്താവിന്റെ ധർമ്മം എന്ത് എന്ന് പറയാൻ ഞാൻ എൻ്റെ 17 മിനിറ്റ് ഇതുവരെ ഉപയോഗിച്ചത് മാറ്റിവെക്കുമ്പോഴും അള്ളാഹു നമ്മളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഉപമ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് തരാൻ ആഗ്രഹിക്കുകയാണ്. എന്താ റബ്ബ് പറഞ്ഞത്? പരസ്പരം വസ്ത്രം എന്നാണ്. എന്താ പ്രിയപ്പെട്ടവർ അതിന്റെ പിന്നിലുള്ള ഹിക്മത്ത്? എന്താണ് റബ്ബ് അതിന് പറഞ്ഞതിന്റെ തത്വം? എന്താ വസ്ത്രത്തിന്റെ ധർമ്മം? എന്താ? ന്യൂനതകൾ മറച്ചു വെക്കുക എന്നതാണ്. ഭർത്താവിന്റെ ന്യൂനതകൾ
മറ്റൊരു ചെവിയിലെത്താതിരിക്കാൻ ഒരു പെണ്ണിന് കഴിയണം, ഭാര്യയ്ക്ക് കഴിയണം. രണ്ടാമത്തെ ധർമ്മം എന്താ? അലങ്കാരമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പുറത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നൊരു ചിന്ത കൈമാറാൻ നമുക്ക് കഴിയണമെന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിക്കാൻ നമുക്ക് കഴിയണം. ദാമ്പത്യ ജീവിതത്തിന്റെ മുന്നോട്ടു പോക്കിൽ കേവലം ഭാര്യയും ഭർത്താവും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഭാര്യ വീട്ടുകാരും ശ്രദ്ധിക്കണം ചിലതൊക്കെ, ഭർത്താവിൻ്റെ വീട്ടുകാരും ശ്രദ്ധിക്കണം ചിലതൊക്കെ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുവാനുള്ളത് ഭർത്താവിൻ്റെ വീട്ടുകാരാണ്. എന്ന് പറഞ്ഞാൽ, ഇതുവരെ മറ്റൊരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരു കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഹോം സിക്നെസ് ഉണ്ടാകും, അവർക്ക് ഗ്രഹാതുരത്വം ഉണ്ടാകും, ഒരു പേടിയും ബേജാറും ഉണ്ടാകും. അത് ഏറ്റവും നന്നായി അറിയുക ആ വീട്ടിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന അമ്മായിമക്കാണ്, ഭർത്താവിൻ്റെ ഉമ്മക്കാണ്. കാരണം ഏതോ വർഷങ്ങൾക്കപ്പുറത്ത് ഇതുപോലെ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയൊരു ദിവസം അവൾക്ക് ഓർമ്മ വരണം. അന്ന് തൻ്റെ മനസ്സെന്തൊക്കെ ആശങ്കയിലായിരുന്നു എന്ന ചിന്ത പ്രിയപ്പെട്ട അമ്മായിമാരെ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾക്ക് തണൽ വിരിക്കാൻ കഴിയണം, സപ്പോർട്ട് കൊടുക്കാൻ കഴിയണം. അവരുടെ മനസ്സിലാക്കി അതിന് ശാന്തിയും സമാധാനം കൊടുത്ത് ഒരു ചെടി ഒരു സ്ഥലത്തിൽ നിന്നും മാറി നമ്മൾ നടുമ്പോൾ അതൊന്ന് വേരുറക്കാൻ ഒരൽപ്പം സാവകാശം കൊടുക്കണം, സമാധാനം കൊടുക്കണം, വെള്ളം ഇടക്കിടക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു പരിപാലനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. മകളെപ്പോലെ കാണാൻ നിങ്ങൾക്ക് കഴിയണം. കാരണം നിങ്ങൾക്കൊരു 10 മകൾ, നിങ്ങൾ പെറ്റ മകളുണ്ടെങ്കിലും അവരൊന്നും ഒരു പക്ഷേ അവസാന കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ല. പക്ഷെ ഒരു മകനെ നിങ്ങൾക്കുള്ളൂ. അവൾ ഒരുത്തിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവളാണ് നിങ്ങളുടെ നിഴൽ കണക്കെ കൂടെ ഉണ്ടാവുക എന്ന ബോധമുണ്ടാകണം. അതിഥിയാണ് നിങ്ങളുടെ വീട്ടിലെ മരുമകൾ. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു, തന്റെ അതിഥിയോട് മാന്യമായി കൊണ്ട് പെരുമാറണമെന്നാണ്. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഭാര്യയുടെ വീട്ടുകാരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കൊരു മരുമകനെയല്ല കിട്ടിയിട്ടുള്ളത്, ഒരു മകനെയാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാകണം. ബഹുമാനിക്കാൻ കഴിയണം അവൻ്റെ വാക്കുകളെ, അവൻ്റെ സ്ഥാനത്തെ പരിഗണിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. ഏതെങ്കിലും ഒരു പ്രശ്നം ചെറുതായി ഇങ്ങനെ തലപൊക്കുമ്പോഴേക്കും ഇരു വീട്ടുകാരും അതിൽ ഇടപെടരുത്. പ്രിയപ്പെട്ടവരെ, ഇടപെട്ടു പോകരുത്. എല്ലാവരോടുമായി കൊണ്ടാണ് പറയുന്നത്. അവർക്ക് ആ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാനുള്ള സാവകാശം കൊടുക്കുക. ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടികൾ സ്വാഭാവികമാണ്. ശൈത്താൻ നല്ലപോലെ പരിശ്രമിക്കും. അതിൻ്റെ ഒരു അനുരണങ്ങളൊക്കെ അവരിൽ ഉണ്ടാകും. അത് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും അതിൽ മൂന്നാമത്തെ ഒരു പാർട്ടി പെട്ടെന്ന് തന്നെ ചാടി കയറി ഇടപെട്ടാൽ അത് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് സാവകാശം കൊടുക്കുക. സുൽഹ് ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലാവരും പരസ്പരം വളരെ നസീഹത്തോടുകൂടെ, വളരെ ഗുണകാംക്ഷയോടുകൂടെ പെരുമാറുക. പരസ്പരം പ്രാർത്ഥിക്കുക. ന്യൂനതകൾ മാത്രം തപ്പി നടക്കുവാനും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴേക്കും അത് പർവ്വതീകരിക്കുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കി, പ്രിയപ്പെട്ടവരെ, ന്യൂനതകൾ കണ്ടില്ലെന്ന് നടിക്കുക. നന്മകളെ കാണാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞ സൈക്കോളജി എത്ര കൃത്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സൈക്കോളജി എന്താ? അവളിൽ ഒരു 90 തിന്മകൾ കണ്ടാലും 99 തിന്മകൾ കണ്ടാലും ഒരു നന്മ നീ കണ്ടിട്ടുണ്ടെങ്കിൽ ആ നന്മ നീ എടുത്തോ എന്നാണ്. ബാക്കിയുള്ളത് വിട്ടുകൊടുക്കുക എന്നാണ്. പോരായ്മകളില്ലാത്തവർ ഉണ്ടാവില്ല കൂട്ടരെ. അതുകൊണ്ട് നാം നമ്മുടെ കണ്ണ് സൂം ചെയ്യേണ്ടത് കുറ്റങ്ങളിലേക്കാകരുത്, ന്യൂനതകളിലേക്കാകരുത്, പ്രശ്നങ്ങളിലേക്കാകരുത്. മറിച്ച് നന്മകൾ കാണാനുള്ള വിശാലമായ മനസ്സ് എന്ന് നമ്മൾ നേടിയെടുക്കുന്നുവോ അന്നായിരിക്കും നമ്മുടെ ദാമ്പത്യം സ്വർഗ തുല്യമാകുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതം ഏത് സമയവും നമ്മൾ തിരിച്ചെടുക്കും. ഇത്തിരി പോകുന്നൊരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളൂ. ഇത്തിരി പോകുന്നൊരു ജീവിതമേ നമുക്കുള്ളൂ. അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അത് ആനന്ദത്തോടു കൂടെ നിർവഹിക്കാൻ കഴിയണം. അള്ളാഹു എന്തിനാണോ ദാമ്പത്യ ജീവിതം നൽകിയത് അത് പരിപൂർണമായി കൊണ്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അതിനുശേഷം നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഇണയോടുകൂടെ, തുണയോടുകൂടെ, മക്കളോടുകൂടെ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്ക് കടക്കുന്ന രംഗം വരാനുണ്ട്. ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. സന്തോഷത്തോടുകൂടെ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നോ എന്ന് പറയുന്ന ഫാമിലിയിൽ ഇൻഷാ അല്ലാഹ് നമ്മളും ഉണ്ടാകണം. അതിന് എന്തൊക്കെ വിട്ടുകൊടുക്കാനുണ്ടോ വിട്ടുകൊടുക്കുക. അതിനെന്തെല്ലാം ക്വാളിറ്റികൾ ചേർത്ത് വെക്കാനുണ്ടോ ചേർത്ത് വെക്കുക. പോരായ്മകൾ നികത്താനുണ്ടോ നികത്തുക. നമുക്ക് സ്നേഹിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകണം. കത്തിയാളുന്ന നരകം
ദാമ്പത്യത്തിലൂടെ നമുക്ക് കിട്ടാൻ കാരണമാകരുതേ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ നിലയിൽ മുന്നോട്ട് പോകാൻ പറയുന്ന ഞാനും കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യ ഇന്ന് പുതിയതായി ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന പ്രിയപ്പെട്ട നവദമ്പതികൾക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ദീനിനും അവർക്കും എല്ലാവർക്കും ഖൈറുകൾ പ്രദാനം ചെയ്യുന്ന നല്ല സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.